ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേയുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതെ ഗൈസ്, ഞാനാകെ വാക്ക് പറഞ്ഞു. മൈൻക്രാഫ്റ്റിന്റെ അവസാനത്തെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ്, അതായത് 14ാമത്തെ എപ്പിസോഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ വേൾഡില് 200-300 എപ്പിസോഡൊക്കെ കളിക്കുമെന്ന്. പക്ഷെ എനിക്ക് അതിന് പറ്റിയില്ല. എനിക്കറിയായിരിക്കും ഇപ്പൊ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ ആയതുകൊണ്ട് എനിക്കിപ്പോ സ്കൂളിലോട്ട് കുറച്ച് ഇതുണ്ട്. സ്കൂളിൽ ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്രാവശ്യം ഇടും, ഞാൻ വീഡിയോ ഇടും, ഉറപ്പായിട്ടും ഇടും. എല്ലാ ഞായറാഴ്ച ആയിരിക്കും. ഞായറാഴ്ചയും ശനിയാഴ്ചയും വീഡിയോ വന്നിരിക്കും ഉറപ്പായിട്ടും. എന്റെ ചാനലില് ഞായറാഴ്ച ശനിയാഴ്ച വീഡിയോ വന്നിരിക്കും. അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കുമ്പോ കാണും. നിങ്ങൾ ചോദിക്കും, ഇതെന്തോന്നത് പുതിയ സ്ഥലമാണല്ലോ. അതെ ഗൈസ്, ഇതെന്റെ പഴയ ലെറ്റ്സ് പ്ലേ വേൾഡ് ആണ് ഗൈസ്. ഇവിടെ ഞാൻ എന്റെ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ ഒരുപാട് ദൂരെയാണ്, അങ്ങോട്ട് പോണം. ഇതെന്റെ പോർട്ടലിന്റെ അകത്ത് ഞാൻ ഒന്നും ബിൽഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതാണ് എന്റെ ഒരു കൊച്ചു ഹൗസ്. ഞാൻ എലേറ്ററൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എലേറ്റർ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതെവിടെ നീ ഗ്ലോ ഐറ്റം ഫ്രെയിം എവിടെ നിന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, എനിക്ക് നേരത്തെ ഇവിടെ നിന്ന് കിട്ടിയത്. ഞാൻ കുറെ നെതറിൽ കയറി കുറച്ച് ഗ്ലോ സ്റ്റോൺ മൈൻ ചെയ്ത് ഇവിടെ കിടന്ന് കുറെ പശുവിനെ തല്ലിക്കൊന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത്രയും ഗ്ലോ സ്റ്റോണിന്റെ ഗ്ലോ സ്റ്റോൺ മൈൻ ചെയ്ത് ഞാൻ ഇതുണ്ടാകാൻ ലാമ്പ് ഉണ്ടാകാം. ഞാൻ മൈൻ ചെയ്ത് ഇങ്ക് ഉണ്ടല്ലോ, ഇവിടെ കുറെ ഇതിനെ കണ്ടുപിടിച്ചിട്ട് ഗ്ലോയി ഇങ്ക് എടുത്ത് അത് വെച്ചുണ്ടാക്കി. ഐറ്റം ഫ്രെയിം കാണാനൊക്കെ കൊള്ളാം. എന്റെ കയ്യിലിരിക്കണോ അത്? എന്തൊരു വലുതൊന്നും എനിക്ക് വേണ്ട. ആ ഐറ്റം ഫ്രെയിം എനിക്ക് ആവശ്യമില്ല. ഞാൻ അന്ന് എന്തിനാണ് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മ. ഇതൊക്കെയാണ് ഇവിടൊക്കെ ബിൽഡ്. ഞാൻ പാത്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ ഇവിടെ എന്റെ ബേസിന്റെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ ക്രൗച്ച് ചെയ്തിട്ട് ഏത് കറങ്ങും ക്രൗച്ച്. ഈ കാണുന്ന ഒരു വട്ടത്തിലുള്ള ഒരു ബിൽഡ് കണ്ട, ഈ ബിൽഡ് ഞാനിപ്പോ ആദ്യം തൊട്ട് കാണിച്ച ആ ബ്രൗൺ കളറും ഗ്രേ കളറും ഉള്ളതാണ് എന്റെ മ്യൂസിയം. സുധീണ്ണന്റെ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് ആ മോഡല് നോക്കി ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇനിയാണെന്ന് ഈ ചുവപ്പും പച്ചയും എന്റെ മ്യൂസിയം അത് തന്നെ. ഈ കറുപ്പ് കളറിൽ ചെറുതായിട്ട് ഇങ്ങനെ കളർ വ്യത്യാസം കിടക്കുന്നുണ്ടാവും, അതാണ് എന്റെ പാർട്സ്. പിന്നെ ഇവിടെ കുറച്ച് ബ്രൗൺ കളർ കാണുന്നുണ്ടാവും, അതാണ് എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത്. അത് തന്നെ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന എന്റെ മ്യൂസിയം. എനിക്കിവിടെ സ്റ്റോറേജ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ സംശയം കാണും. എനിക്ക് സ്റ്റോറേജ് ഉണ്ടായിരുന്നു, പക്ഷെ ശബ്ദം കേട്ടോ, വളർന്നുകൊണ്ട് പോണ ശബ്ദം. എന്റെ കയ്യിൽ എന്തോന്നൊക്കെയാണ് ഇരിക്കുന്നതെന്ന് കണ്ട, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എന്റെ ഉണ്ട്. ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന്റെ അന്ന്, അതായത് കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം ആയിരുന്നു ഞാൻ ഈ വേൾഡിൽ കളിച്ചത്. ഞാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ അത് ഉണ്ടാക്കിയിട്ട് ഗ്ലോയി ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന സ്റ്റിക്ക് 10 ഉണ്ട്. അതിനെ ഞങ്ങളുടെ കളക്ട് ചെയ്ത് വെച്ചു. ഇതെന്റെ വീട്. എന്റെ വീട്ടില് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഡ്രാഗന്റെ എട്ടുണ്ട്, ഇതുണ്ട് അവിടെ പശുവിൻ പേര്. അപ്പൊ
നമുക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ സാധനം തൊട്ട് തന്നെ തുടങ്ങാം. ഞാൻ അങ്ങോട്ട് പാത സെറ്റ് ചെയ്തിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ കോബിൾഡ് ഡീപ് സ്ലേറ്റ് ഇല്ലായിരുന്നു. എന്റെ സ്റ്റോറേജ് എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അത് എനിക്ക് ആ സ്റ്റോറേജിന്റെ ഐറ്റം സോർട്ടറിന്റെ അകത്തൊരു ക്രീപ്പർ വന്നു. ഞാൻ അറിഞ്ഞില്ല. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിയൊരു തുള അകത്തോട്ടുണ്ടായിരുന്നു. ഞാൻ അകത്തോട്ടായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇവിടെ ഒരു സീക്രട്ട് ഡോർ വെച്ച് ഡർട്ടിന്റെ ഇവിടെ ഒരു സീക്രട്ട് ഡോർ വെച്ചിട്ട് അകത്തോട്ട് വലിയൊരു തുളയുണ്ട്. സീക്രട്ട് ഡോർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ട്രാപ്പ് വരെയാണ്. ഞാൻ വന്ന് ഇവിടെ കയറിയത് ഞാൻ പെട്ടെന്ന് താഴെ വന്ന് വെള്ളത്തിൽ ആ ഒരു ക്രീപ്പർ എന്നെ കണ്ട് പെട്ടെന്ന് വരുമ്പോ ഞാൻ ഇതിന്റെ അടിയിൽ കയറിപ്പോയി. ക്രീപ്പർ എന്റെ പുറകെ വന്ന് ആത്താടി ഞാൻ അവിടെ ഐറ്റം സോർട്ടർ ശരിയാക്കിക്കൊണ്ടിരിക്കരുത്. അവൻ എന്റെ ബാക്കിൽ വന്ന് ആഞ്ഞൊരു പൊട്ടിത്തെറി, എല്ലാം കൂടെ ചാക പോകാം. അവസാനം ഞാൻ അവിടെ കിടന്ന് എല്ലാം മൈൻഡ് ചെയ്ത് സ്റ്റോൺ എല്ലാം തിരിച്ചും വെച്ചത് ഇവിടെ ഇപ്പൊ സീക്രട്ട് റൂം ഞാൻ മാറ്റി. അത് ഇവിടെ ഉണ്ടായിരുന്നെന്ന് അറിയിക്കാനാണ് ഞാൻ ഇവിടെ ഒരു ഡെപ്ത് വെച്ചത്. കണ്ട, ഒരു സീക്രട്ട് റൂമില്ല, പൊട്ടിച്ചോളാം. രാത്രി ആയതെന്താ എന്റെ എല്ലാ ലാമ്പുകളും കത്തി. ഞാൻ ഉറങ്ങിട്ട് ബാക്കി കാണിച്ചു. യു കാൻ ഓൺലി സ്ലീപ് അറ്റ് നൈറ്റ്. നൈറ്റ് ആയല്ലോ, ഇറങ്ങിയ കൂടി. ഇത് അവസാനത്തെ എപ്പിസോഡാണ്. ആരും പറ്റിക്കാൻ പറയുന്നതല്ലേ, ഇതിന്റെ അവസാനത്തെ എപ്പിസോഡാണ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ. അപ്പൊ കൂടുതൽ പറഞ്ഞു നീട്ടാ, നമുക്ക് കളിയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം തന്നെ ഇരുന്നിട്ട് എന്റെ വീട് വെച്ചു. അതിനുശേഷം ഇവിടെ 2 പടയാളികൾ നിർത്തിയിട്ടുണ്ട്. എന്റെ മ്യൂസിയത്തിൽ നിന്ന് ആരും ഒന്നും അടിച്ചോണ്ട് പോകാതിരിക്കാൻ. എന്റെ മ്യൂസിയത്തിൽ വന്നതാ പോട്ടുകളുണ്ട്. ഇവിടെ എല്ലാ ടൈപ്പിലുള്ള ഇതുണ്ട്. എല്ലാ ടൈപ്പും ഇല്ല, 2 3 ഉള്ളു. ഇത് മോജാങ്ങിന്റെ അടയാളോ. ഇങ്ങനത്തെ കുറച്ച് ഇതിന്റെ ബാനർ ബോർഡ് ഉണ്ട്. ഇവിടെ അത്രയും പോട്ടർഷാഡ് ഇട്ടിട്ടുണ്ട്. പോട്ടർഷാഡ് ഞാൻ കാണിച്ചുതരാം. ഞാൻ എന്റെ ഡീപ് ഡാർക്കിലൊക്കെ പോയിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതാണ് എന്റെ ഷാർഡ് കളക്ഷൻ. എല്ലാവർക്കും കാണുമ്പോ തന്നെ മനസ്സിലാവും എന്റെ ഷാർഡ്. ഓ അവിടെ ഞാൻ ഇപ്പൊ കാണിച്ചിട്ടില്ല, പതുക്കെ കാണിക്കും. ഞാൻ ഡീപ് ഡാർക്കിൽ പോയി കണ്ടുപിടിച്ച എന്റെ പേരെന്താ, ഡബിൾ8. എന്റെ പേര് സൈലൻസ് ആണെന്നാണ് തോന്നുന്നത്. സൈലൻസ് തന്നെ. പിന്നെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് ഡീപ് സ്ലേറ്റ് എമറൽഡ് ഡോർ. ഇത് ഞാനുണ്ടല്ല ഒരു സിനിമ ഇട്ട് വെച്ച് കുട്ടി ഇരുന്ന് മൈൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൈൻഡ് ചെയ്ത് അവസാനം ഞാൻ ഈ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു സിൽക്ക് ടച്ച് പിക്കാസ് തരും. ഞാൻ അത് വെച്ചായിരുന്നു മൈൻഡ് ചെയ്തോണ്ട്. സിൽക്ക് ടച്ച് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഞാൻ അവിടെ അടുത്തുള്ള ഒരു വില്ലേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. സിൽക്ക് ടച്ച് വാങ്ങിച്ചിട്ട് അത് വെച്ചോണ്ടിരുന്ന് ഞാൻ വെട്ടി അവസാനം ആ സിൽക്ക് ടച്ച് പൊട്ടി. സിൽക്ക് ടച്ച് പൊട്ടണതിന്റെ കൂടെ ആയിരുന്നു ഞാൻ ഈ ഡീപ് സ്ലേറ്റ് എമറൽഡ് ഡോർ കിട്ടി. എനിക്ക് ഒരെണ്ണേ കിട്ടിയുള്ളൂ. അപ്പൊ ഞാൻ ക്ലൈമാക്സ് നോക്കിക്കൊണ്ടിരുന്നോണ്ട് കിട്ടിയതാണ്. ഞാൻ ഈ കിട്ടിയ കാര്യം അറിയാത്ത ഞാൻ അങ്ങ് നിന്ന് പിന്നെയും അങ്ങ് മൈൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ ഇത് എനിക്ക് ഒട്ടും ലക്കില്ല, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാ കിട്ടാനുള്ളതെന്നും പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു കയറി പോയിട്ട് ഇൻവെന്ററിക്ക് ഒന്ന് സോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇൻവെന്ററി തുറന്നപ്പോ ഇൻവെന്ററിക്കകത്തിരിക്കുന്ന ഈ സാധനം. ഞാൻ ക്ലൈമാക്സ് നോക്കിക്കൊണ്ടിരുന്നോണ്ട് എനിക്ക് ആ സാധനം വന്നത് കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അടിയിലോട്ട് ഫ്ലോർ ഉണ്ടാക്കി. അടിയിൽ കയറുമ്പോ ഇവിടെ ആക്സലോട്ടൽസ് ഉണ്ട്. താഴോട്ട് ഇറങ്ങുമ്പോ കുറച്ച് മ്യൂസിക് ഡിസ്ക് ഉണ്ട്. ഇവിടെ ഒരു പൊട്ടിയ മ്യൂസിക് ഡിസ്കും പിന്നെ മറ്റേ ആ വാർഡന്റെ അടുത്ത് നിന്നിട്ടുന്ന മ്യൂസിക് ഡിസ്കും വെച്ചിട്ട്. ഇത്രയാണ് എന്റെ ഈ മ്യൂസിയം കഴിഞ്ഞ
മ്യൂസിയം കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് എൻ്റെ സൂവിലെ സ്റ്റോറി. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ക്രീപ്പർ നിന്നിട്ട് ടിക്കറ്റ് കൊടുക്കുക. ഈ ടിക്കറ്റ് വാങ്ങിക്കാനാണെങ്കിൽ ഹോഗ്ലിനല്ല പിഗ്ലിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ വന്ന് ഈ പാണ്ടേനെയും പോളാർ ബെയറിനെയും ഈ മഷ്റൂം കൗവിനെയും ഈ ഗോട്ടിനെയും ഫോക്സിനെ കണ്ടപ്പോ എനിക്ക് ക്യൂട്ട് തോന്നി. അങ്ങനെ അവൻ ഗ്ലാസ്സിൽ തൊട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ ഫീർട്ടിലും ഉണ്ട്. ഒരിക്കൽ കൂടെ പറയാ ഇതൊരു ജയിലല്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ എന്റെ ഈ വേൾഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പറയണ്ട, ഞാൻ നെതറും കൂടെ കാണിച്ചിട്ട് നെതറിലും ഒന്നും പ്രത്യേകിച്ചില്ല. എനിക്ക് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞു. അതെന്തിനായിരുന്നു നെതറിൽ ഞാൻ സ്പോണായി ഇറങ്ങിയതും ഞാൻ ചത്തു. ഓ ഷിറ്റ്, എന്റെ സാധനങ്ങളെല്ലാം അങ്ങ് താഴെയാണല്ലോ കിടക്കണത്. ഇവിടെ ആണെങ്കിൽ MLG ചെയ്യാൻ പോലും പറ്റൂല. എന്തെങ്കിലും MLG ചെയ്യാൻ പറ്റി എന്തെങ്കിലും ഉണ്ടോ? എന്റെ സാധനങ്ങൾ ഡീസ്പോൺ ആവും. കഷ്ടപ്പെട്ട് ഒപ്പിച്ചതാണ്, വർഷങ്ങളായിട്ട് ഒപ്പിച്ച സാധനങ്ങളാണേ ഒറ്റ നിമിഷം കൊണ്ട് പോകുന്നത്. ഞാനിപ്പോ എന്തോന്നെടുത്ത് വയ്ക്കും? സ്റ്റോറേജ് പൊട്ടിക്കണ്ടായിരുന്നു. അതെല്ലാം ഡീസ്പോൺ ആയി കാണും. ഇപ്പൊ മര്യാദയ്ക്ക് ടോട്ടൊന്നും ഫണ്ടയും എടുത്ത് കയ്യിൽ പിടിച്ചിരുന്നത് ഞാൻ മറന്നുപോയി. അയ്യോ, സാധനങ്ങളൊന്നും ഭാഗ്യത്തിന് ഡീസ്പോൺ ആയിട്ടില്ല. എന്തെങ്കിലും ചെയ്ത് അതിനെങ്കിൽ ഒപ്പിച്ചാലേ പറ്റൂ. എനിക്ക് സൂവൊന്നും എടുക്കാനും പറ്റില്ല. സാൻഡ്, ഷുഗർ കെയിനും ഗ്രാവലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഗ്രാവലിനെ കൊണ്ട് MLG ചെയ്യാൻ പറ്റുമോ? അതൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. കഷ്ടപ്പെട്ട് ഒപ്പിച്ചതാണേ. 2-3 മാസം കൊണ്ട് ഒപ്പിച്ച സാധനങ്ങളാണ്. അയ്യോ, എന്റെ സാധനങ്ങളൊക്കെ അവിടെ കിടന്ന് ഡീസ്പോൺ ആയി പോകാനാണ് വിധി. അല്ലാതെ എന്ത് പറയാൻ. അല്ലെങ്കിൽ തന്നെ ഒന്നും കൂടെ നമുക്ക് പരിശോധിക്കാം. ഈ ഇതിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ നിമിഷം ഈ വീട്ടിൽ നടക്കും. പണി പാലുമുള്ളതിലാണ് കിട്ടിയത് കേട്ടാ. ഇല്ല, പണി പാലുമുള്ളതിലല്ല കേട്ടാ. ഇവിടുന്ന് സാധനങ്ങളെടുക്കാലോ. ആരും പോലെ ഡിസ്പോണാവല്ലേ. ഒന്നും ഡിസ്പോണാവല്ലേ. ഞാൻ വർഷങ്ങളെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനങ്ങളാണേ. അയ്യോ 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 അയ്യോ, ഇൻവെന്ററിയിൽ സ്പേസ് ഇല്ല. ജസ്റ്റ് പ്ലേറ്റ് എടുത്തിടാം. എന്റെ സ്ക്വാഡ് തന്നെ കറക്റ്റ് കയ്യിൽ വന്നിരിപ്പുണ്ട്. എന്തെങ്കിലും എടുത്ത് കളയാനുള്ള ചവറെന്തോ കൈ കയറി. ഒരു നിമിഷത്തേക്ക് എന്റെ ശ്വാസം നിന്നുപോയി. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ബ്ലോക്സ് ഒപ്പിച്ച് എന്റെ പോർട്ടൽ പതുക്കെ കണ്ടുപിടിക്കാം. എനിക്ക് പോർട്ടൽ കിട്ടിയിട്ട് അത്ര ഗുണമൊന്നുമില്ല. എന്റെ വീട്ടിൽ പോകാൻ പറ്റൂല. അപ്പൊ തന്നെ എന്റെ വിഷമം. പോർട്ടൽ ഞാൻ മറന്നു മാറിയില്ല. ബ്ലോക്ക് അങ്ങോട്ട് അങ്ങ് മണ്ടയിലാണ്. പില്ലർ ചെയ്യാൻ നമുക്ക് പില്ലർ ചെയ്യണതിന് മുമ്പ് കുറച്ച് ബ്ലോക്ക് കയ്യിൽ കരുതി വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. പ്ലാങ്ക് എന്റെ ഉണ്ട് കേട്ടാ. പ്ലാങ്ക് ഉണ്ട് എന്റെ. അപ്പൊ നമുക്ക് പ്ലാങ്ക് വെച്ച് പില്ലർ ചെയ്യാം.
ഓ, ഒരു നിമിഷത്തേക്ക് എന്റെ ജീവനൊന്ന് നിലച്ചുപോയി. അത്രയ്ക്ക് കഷ്ടപ്പെട്ടൊരു ജംഗിളിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്രയെങ്കിലും എന്നെ കണ്ട എന്തടേ കേറാൻ പറ്റും. എവിടെയെങ്കിലും എന്നെ തൊട്ടാ ഞാൻ അവനെ ചവിട്ടി കൂട്ടും. ഗൈസ്, നമ്മുടെ പോർട്ടൽ എവിടെയായിരുന്നു? എനിക്ക് ഓർമ്മയില്ല. പോർട്ടൽ എവിടെ? അയ്യോ, യവന്മാരെന്നെ കാണണമെങ്കിൽ തീർക്കും. എനിക്ക് തോന്നുന്നു ഇനിയും ഓർമ്മയില്ല. ഓ, അവനെ കണ്ടോണ്ട് അവനെ കൊല്ലാം. ഞാൻ വിചാരിച്ചു എന്നെ തട്ടാണ്. എന്നെ തട്ടിയവന്മാരെ വിവരം അറിയും. ഗൈസ്, എന്റെ പോർട്ടൽ കാണാൻ ഗൈസ്. ഞാനിവിടെ നെതറിൽ എന്നൊക്കെ കളഞ്ഞു പോയാ. എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇവിടെ നിന്നാണ് എടുത്ത് ചാടിയെന്ന്. ഞാൻ നല്ല ഹൈറ്റിൽ നിന്നാണ് എടുത്ത് താഴോട്ട് ചാടി. അത് മാത്രം എനിക്ക് ഓർമ്മ. ഞാൻ അങ്ങോട്ടെങ്ങനെയാണ്? അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബാസ്റ്റിനുണ്ട്. ഞാൻ ഇവിടെ തന്നെ കിടന്ന് കറങ്ങിയിട്ട് ഒരു കാര്യമില്ല. എന്റെ സാധനങ്ങള് കിടന്നതിന്റെ മണ്ടയിലായിരുന്നു അത്. ഞാൻ എവിടെ നിന്നിപ്പോ പില്ലർ ചെയ്ത് കയറിയത് അതുവരെ ഞാൻ മറന്നുപോയി. ഓ, അവന്റെ ഫ്രണ്ടിലാണല്ലോ. ആളെടുത്തോ. നിനക്കെന്നെ കൊല്ലണോടാ? എവനെന്താ എന്നെ ഒന്നും ചെയ്യാത്ത? കൂടാ, ഇതെങ്കിലും ഒന്ന് കഴിക്കാം. സാധാരണ ഇവന്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് പെടണമെങ്കിൽ ഇവന്മാര് പറഞ്ഞനെ കടിച്ചു വിടും. ഇനി മുകളിലോട്ട് കയറാൻ സ്പേസ് ഇല്ല ഗൈസ്. എന്റെ പോർട്ടൽ ഇവിടെ എവിടെയോ അടുത്താണെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ പില്ലർ ചെയ്ത് കയറിയ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റി. എനിക്ക് വേണമെങ്കിൽ ഗെയിമില് ഭയങ്കര ലാഗ് ഉണ്ട് കേട്ടോ ഗൈസ്. എന്റെ സൂ എല്ലാം പോയാ. നെതറിലോട്ട് കേറണ്ടായിരുന്നു ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നത്. ഇതെന്താടാ ഇങ്ങനെ ഇരിക്കുന്നു? നെതറാക്ക് തന്നെയല്ലേ? നെതറാകാണല്ലോ. എന്റെ സാധനങ്ങൾ തോ അവിടെ കിടന്നു. എന്റെ പോർട്ടലപ്പോ പോർട്ടൽ ഡീസ്പോൺ ആയോ ഗൈസ്? എന്റെ സാധനങ്ങള് അങ്ങോട്ടാണ്. അപ്പൊ അങ്ങോട്ടാണ് എന്റെ പോർട്ടൽ. സത്യം അറിയാമോ, ഞാൻ ഏത് വഴി ചാടി? അപ്പൊ ഇങ്ങോട്ടായിരിക്കും എന്റെ പോർട്ടൽ. അക്കരെ എങ്ങാനും വന്നു. സ്വസ്ഥ കിട്ടി കിടന്ന സ്ഥലം കിട്ടി. എന്റെ ഐറ്റംസ് അവിടെയാണ് കിടന്നത്. അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് അല്ലേ? ഇവിടെ നിന്ന് ഞാൻ എന്താ ഫോണായത് നേരെ അങ്ങ് ഒന്ന് ചത്തല്ലേ? അപ്പൊ ഇനി ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ.
അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. എല്ലാരും പോയിട്ട് അപ്പൊ നമ്മുടെ ഗസ്പൽ എപ്പിസോഡിന്റെ അവസാനത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുക. ഞാൻ അവിടെ നെതറിൽ വെച്ച് ഞാൻ ഡെഡ് ആവുകയും ചെയ്തു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഗസ്പൽ എപ്പിസോഡിന്റെ അവസാനത്തെ എപ്പിസോഡിന്റെ എൻഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. എല്ലാരും പോയിട്ട് അടുത്ത ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച നമ്മളും ഒരു പുതിയ വേൾഡ് തുടങ്ങുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.